സുപ്രധാനമായ ഒരു തീരുമാനമാണ് ബ്രസീലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനമായ ആകാശിനോട് വല്ലാത്ത താല്പര്യമുള്ള രാജ്യമായിരുന്നു ബ്രസീൽ. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ആ തീരുമാനത്തിൽ നിന്നും ബ്രസീൽ പിന്മാറി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷം നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീൽ സന്ദർശിക്കുന്ന സമയത്താണ് ആയുധ ഇടപാടിൽ അവർക്ക് മനംമാറ്റം വന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്ത്യയിൽ നിന്നും ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന് പകരം ഇറ്റലിയുടെ എമാഡ് എന്ന വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങുന്നതിനെ കുറിച്ചാണ് ബ്രസീൽ ഇപ്പോൾ സംസാരിക്കുന്നത്. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO വികസിപ്പിച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ് ആകാശ്. സർഫസ് ടു എയർ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിർത്തി ലംഘിച്ചെത്തുന്ന യുദ്ധവിമാനങ്ങൾ, മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയെ പ്രതിരോധിക്കുകയാണ് ആകാശ് ചെയ്യുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇവയുടെ പ്രവർത്തനം ലോക ശ്രദ്ധ തന്നെ നേടിയിരുന്നു. ഇതിനു പിന്നാലെ ബ്രസീലും ആകാശിൽ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ബ്രസീലിൻ്റെ ആവശ്യങ്ങൾക്ക് ഇണങ്ങുന്നത് ഇറ്റലിയുടെ എമാഡ് ആണെന്നാണ് സൈന്യം വിലയിരുത്തുന്നത്. ഭാരക്കുറവ്, കൂടുതൽ കോമ്പാക്ട് ഡിസൈൻ, കൂടുതൽ മിസൈലുകൾ വഹിക്കാനുള്ള ശേഷി, പെട്ടെന്ന് വിന്യസിക്കാനും മറ്റൊരിടത്തേക്ക് മാറ്റാനുമാകുന്ന തരത്തിലുള്ള രൂപകൽപ്പന, നഗരങ്ങളിലും വനമേഖലകളിലും ഒരേപോലെ ഉപയോഗിക്കാനാകും തുടങ്ങിയവയാണ് എമാഡ് സംവിധാനത്തിൻ്റെ പ്രത്യേകത. ഇന്ത്യയിൽ നിന്നും ആകാശ് മിസൈൽ സംവിധാനം വാങ്ങുന്നതിൽ സംശയമുണ്ടെങ്കിലും കൂടുതൽ പ്രതിരോധ കയറ്റുമതിക്ക് ധാരണയായിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യമാണ്. ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പ്രകാരം ആകാശ് മിസൈലിന് പകരമായി തീരനിരീക്ഷണ സംവിധാനങ്ങൾ, അൾട്രാലൈറ്റ് വെയ്റ്റ് ആർട്ടിലറി ഗൺ സംവിധാനമായ ഗരുഡ എന്നിവയാകും ബ്രസീൽ പ്രധാനമായും വാങ്ങുക. 4x4 വാഹനത്തിൽ ഘടിപ്പിച്ചിരുന്ന 105 mm ചെറു പീരങ്കിയാണ് ഗരുഡ. ഭാരക്കുറവും പെട്ടെന്ന് മറ്റിടത്തേക്ക് മാറ്റാനാകും എന്നതുമാണ് ഗരുഡയുടെ പ്രത്യേകത. 360 ഡിഗ്രിയിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ആക്രമണം നടത്താനാകുമെന്ന് മാത്രമല്ല, മറ്റ് ആർട്ടിലറി വാഹനങ്ങളിലും ഗരുഡയെ ഘടിപ്പിക്കാനാകും. 20 കിലോമീറ്ററോളം ദൂരത്തേക്ക് ആർട്ടിലറി ഷെല്ലുകൾ പായിക്കാൻ ഗരുഡയ്ക്ക് സാധിക്കും. 1.5 മിനിറ്റ് കൊണ്ട് അടുത്ത ആക്രമണത്തിന് സജ്ജമാക്കാനാകുന്ന ഗരുഡയ്ക്ക് പരിപാലന ചെലവുകളും കുറവാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. DRDO വികസിപ്പിച്ച ഈ ആയുധം നിർമ്മിക്കുന്നത് കല്യാണി സ്ട്രാറ്റജിക് സിസ്റ്റംസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. അതേസമയം ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ഇനിയും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്ന് വേണം പറയാൻ. ഇറ്റലിയുമായുള്ള ബ്രസീലിൻ്റെ ചർച്ചകൾക്ക് ശേഷം ബ്രസീലുമായി വീണ്ടും ഒരു കൂടിക്കാഴ്ച കൂടി മോദി നടത്തുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്തായാലും ഈ സന്ദർശനത്തോടു കൂടി ബ്രസീലുമായി പ്രതിരോധ രംഗത്ത് കൂടുതൽ സഹകരിക്കാൻ മോദി തീരുമാനിച്ചുവെന്നും അതിനോട് ബ്രസീൽ പച്ചക്കൊടി കാട്ടിയിട്ടുണ്ട് എന്നുമാണ് ലഭ്യമാകുന്ന വിവരം. അതിന് പ്രകാരം സംയുക്തമായി ആയുധ വികസന പദ്ധതികൾ വൈകാതെ ഉണ്ടാകും. സത്യം പറഞ്ഞാൽ ബ്രസീലിൻ്റെ ഈ കൂറുമാറ്റം വല്ലാത്ത അരക്ഷിതാവസ്ഥ തന്നെയാണ് ഇന്ത്യക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ബ്രിക്സ് ഉച്ചകോടിയോടുകൂടി പിണങ്ങിയ ട്രംപിനെ എങ്ങനെ വരുതിയിലാക്കുമെന്ന് കരുതുമ്പോഴാണ് ഓർക്കാപ്പുറത്തുള്ള ഈ അടി.